തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം തീർച്ചയായും ആവേശം വിതറുമെന്ന കാര്യം ഉറപ്പാണ്. അദ്ദേഹം എവിടെ എത്തിയാലും പ്രവർത്തകരെയും ആ നാടിനെയും ആ നഗരത്തെയും ഒക്കെ അദ്ദേഹം കയ്യിലാക്കി പോകുന്ന ഒരു വ്യക്തിയാണ്. അതിന് കൃത്യമായ ആസൂത്രണവും അദ്ദേഹം നടത്താറുണ്ട്. നേരത്തെ തൃശ്ശൂരിൽ അദ്ദേഹം ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ആ കാര്യം മനസ്സിലായതാണ്. അതിനു മുൻപ് എറണാകുളത്ത് യുവം വേദിയിൽ അദ്ദേഹം എത്തിയപ്പോൾ തേവരയിൽ നിന്ന് കാൽനടയായി അദ്ദേഹം റോഡ് ഷോ നടത്തിയാണ് ആ തേവര ആ മേഖലയിൽ നിന്നുകൊണ്ട് നിറഞ്ഞു നിന്നിരുന്ന പ്രവർത്തകർക്ക് ആവേശമായി മാറിയത്. ഇപ്പോൾ കൊച്ചിയിലും വീണ്ടും അദ്ദേഹം ഒരു റോഡ് ഷോയ്ക്കായി എത്തുമ്പോൾ വലിയ ആവേശം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വരവും ഉണ്ടാകുന്നത്. നേരത്തെ തൃശ്ശൂരിൽ അദ്ദേഹം ഇറങ്ങി വലിയ റോഡ് ഷോ നടത്തി. തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയെ ചുറ്റി ആവേശം കൊള്ളിച്ചാണ് പ്രധാനമന്ത്രി അന്ന് മടങ്ങിയത്. അതിനുശേഷം കൃത്യമായി പറഞ്ഞാൽ 12 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇത് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടാണ്. ഇവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ആരംഭിക്കുന്നത്. ഇവിടെ നമുക്കിപ്പം കുറച്ച് അതിഥികൾ കൂടിയുണ്ട്. അവർ നരേന്ദ്രമോദിയുടെ സ്വന്തം നാടായ ഗുജറാത്തിൽ നിന്നുള്ളവരാണ്. അവർ മട്ടാഞ്ചേരിയിലൊക്കെ സ്ഥിരമായി താമസിക്കുന്നവരാണ്. അവർ ഗുജറാത്തിൽ നിന്നുള്ള വേഷങ്ങളൊക്കെ ധരിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായി എത്തിയിരിക്കുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? പ്രധാനമന്ത്രിയെ കാത്തിരിക്കുക. തീർച്ചയായിട്ടും ഭയങ്കര ആവേശമാണ്. ഞങ്ങൾ മട്ടാഞ്ചേരി നിന്നാണ് വരുന്നത്. ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഹിയർ, ബട്ട് ബേസിക്കലി വി ആർ ഫ്രം ഗുജറാത്ത്, അഹമ്മദാബാദ്. ഗുജറാത്തിലെ വേഷത്തിലൊക്കെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്? തീർച്ചയായിട്ടും നമുക്ക് ആ ആവേശമാണ് മോദിജിനെ സ്വീകരിക്കാനായിട്ട്. രാവിലെ മുതൽ ആ ആവേശം തുടർന്ന് ഇപ്പോഴും ആ ആവേശം തന്നെയാണ് നിലനിൽക്കുന്നു. आप गुजरात से हैं? हाँ, गुजरात से है। पहले मोदी जी को मिला है क्या? नहीं, पहली बार मिल रहे हैं हम लोग, लेकिन बहुत बार सुना है मोदी जी का हमारे गुजरात को बहुत अच्छा किया है और इंडिया को भी अच्छा कर रहे हैं. So we are very proud of our मोदी जी. എന്താ ഗുജറാത്തിൽ സ്വാഗതത്തിന് പറയുന്നത്? વેલકમ, સ્વાગત કરો છો. હું સ્વાગત કરું છું. સુસ્વાગતમ મોદીજી. PM വരുമ്പോൾ എന്താ പറയാൻ പോകുന്നത് ഇവിടെ? અમારો ગૌરવ ગુજરાતનો પ્રધાનમંત્રી. ഗുജറാത്തിൽ നിന്നുള്ള സമൂഹമൊക്കെ പ്രധാനമന്ത്രിയെ കാത്ത് വലിയ ആവേശമായി ഇവിടെ തന്നെ നിൽക്കുകയാണ്. നമുക്ക് ഇവിടെ കാണുന്നത് ഈ ഭാഗത്ത് കോട്ടയം ജില്ലയിൽ നിന്നുള്ള BJP പ്രവർത്തകരാണ്, അപ്പുറത്ത് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകരാണ്. അങ്ങനെ ഈ റോഡ് ഷോ തുടങ്ങുന്ന സ്ഥലത്ത് കോട്ടയത്തെയും ആലപ്പുഴയിലെയും പ്രവർത്തകരാണ് ഈ റോഡിൻ്റെ ഇരുവശത്തും നിലനിൽക്കുന്നത്. ഏതാണ്ട് ഒരു 2 മണിയോടുകൂടി തന്നെ ഈ മഹാരാജാസ് കോളേജിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഭാഗത്തുള്ള റോഡ് ഷോ നടക്കുന്ന പ്രദേശം ആകെ തന്നെ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു.